യേശു കർത്താവിൻ്റെ ധന്യമേറിയ നാമം ഇന്ന് പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 20 മുതൽ ഉള്ള വാക്യങ്ങൾ. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ഭൂമിയുടെ മീതെ ആകാശ വിധാനത്തിൽ പർവ്വജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ച് ചരിക്കുന്ന അതത് തരം ജീവജന്തുക്കളെയും അതത് തരം പർവ്വജാതിയെയും സൃഷ്ടിച്ചു. നല്ലത് എന്ന് ദൈവം കണ്ടു. നിങ്ങൾ വർദ്ധിച്ച് പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൻ, പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. അപ്പോൾ ദൈവം ജലജന്തുക്കളെ, പർവ്വജാതികളെ ദൈവം സൃഷ്ടിക്കുക. ദൈവം കൽപ്പിച്ചു, അത് ഉളവായി വന്നു. അതങ്ങനെ സംഭവിച്ചു. വെള്ളത്തിൽ ചലിക്കുന്ന വലിയ തിമിംഗലങ്ങൾ ഉൾപ്പെടെ ഇന്ന് വെള്ളത്തിൽ വസിക്കുന്ന സകല ജലജന്തുക്കളെയും ദൈവം സൃഷ്ടിച്ചു. ഇന്ന് വെള്ളത്തിൽ കാണുന്ന സകലത്തിൻ്റെ ഉടയവൻ, നിർമ്മിച്ചവൻ, സൃഷ്ടികർത്താവ് ദൈവമാണ്. അതോട് ചേർന്ന് പർവ്വജാതികളെ, ആകാശമണ്ഡലത്തിൽ പറക്കുന്ന പർവ്വജാതികൾ, നിങ്ങൾ വർദ്ധിച്ച് പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവീൻ, പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോൾ വെള്ളത്തിൽ ജലജന്തുക്കൾ നിറയണം. പർവ്വജാതി ആകാശമണ്ഡലത്തിൽ പറന്ന് അതും പെരുകട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എന്നാൽ ഇന്ന് മനുഷ്യൻ ആ ജലത്തെയും ജലത്തിലെ ജലജന്തുക്കളെയും വായുവിൽ പറക്കുന്ന പർവ്വജാതികളെയും ചിലതിനെ ദൈവമായി കണ്ട് അതിനെ ആരാധിക്കുന്നു. അതെല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ്. ആരെയാണ് ആരാധിക്കേണ്ടത്? സൃഷ്ടിതാവിനെ, സകലത്തെയും സൃഷ്ടിച്ചവനെ. അതെല്ലാം ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്നു. അതിൻ്റെ ഭക്ഷണം കണ്ടെത്തുന്നു, അത് വളരുന്നു, പെരുകുന്നു. കാരണം ദൈവത്തിൻ്റെ ഹിതമാണ്, ദൈവം കൽപ്പിച്ചാക്കിയതാണ്. അതങ്ങനെ പെറ്റുപെരുകയാണ്, വർദ്ധിക്കുക. ഒരാത്മീയ ചിന്ത എന്ന് പറയുന്നത് ആകാശത്തിലെ പർവ്വജാലകങ്ങളും വെള്ളത്തിൽ ജലജന്തുക്കളും ദൈവം സൃഷ്ടിച്ചു. അപ്പോൾ ആകാശത്തിലെ കാറ്റിനെയും കടലിലെ ഒഴുക്കിനെയും തരണം ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുന്നത് പോലെ വിശ്വാസി കഷ്ടങ്ങളിലും പ്രതികൂലങ്ങളിലും ക്രിസ്തുവിൽ സന്തോഷിച്ച് ദൈവശക്തി വെളിപ്പെടുത്തണം എന്നുള്ളതാണ്. അപ്പോൾ ആകാശത്തിൽ പറക്കുന്ന പർവ്വജാതി, സമുദ്രത്തിൽ സഞ്ചരിക്കുന്ന ജീവജാലകങ്ങൾ, ജലജന്തുക്കൾ, ഇതിനെല്ലാം തരണം ചെയ്ത് അവ ജീവിക്കുന്നത് പോലെ യേശു കർത്താവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു ദൈവ പൈതൽ ഈ ഭൂമിയുടെ പരപ്പിൽ കഷ്ടതയും സങ്കടവും വേദനയും കണ്ണുനീരിൻ്റെ താഴ്വരകളും കടന്നു വരുമ്പോൾ അതിൻ്റെ നടുവിൽ ക്രിസ്തുവിൽ സന്തോഷിച്ച് ദൈവശക്തി വെളിപ്പെടുത്തുന്ന ഒരു ദൈവകുഞ്ഞായി തന്നെ ആയിരിക്കണം. കഷ്ടം വരുമ്പോൾ പിറുപിറുത്ത് മാറിപ്പോകുവാനല്ല, ദൈവസ്നേഹത്തിൽ നിന്ന്, ദൈവശക്തിയിൽ നിന്ന്, ദൈവസാന്നിധ്യത്തിൽ നിന്ന്, ദൈവകരുതലിൽ നിന്ന് അകന്നു പോകുവാനല്ല, കർത്താവിനെ വെളിപ്പെടുത്തുന്ന,
കർത്താവിൽ സന്തോഷിക്കുന്ന, കർത്താവിൽ ആനന്ദിക്കുന്ന ഒരു അനുഭവമുണ്ടായിരിക്കണം. അതാണ് ഒരു ദൈവ പൈതലിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ജീവൻ നയിപ്പാൻ ഇന്ന് ഈ പകൽക്കാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.